ിട്ടുണ്ടായിരുന്നു. സോ കറണ്ട് അഫയേഴ്സിലെ ആ ഒരു ട്രെൻഡ് നമ്മൾ ചെയ്ത് പഠിച്ചത് കഴിഞ്ഞ ഒരു 2 വീക്കില് PYQs അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു കഴിഞ്ഞിട്ട് PYQ നോക്കിയായിരുന്നു പോകുന്നത്. ഓക്കെ, എക്കണോമിക് സർവേയുടെ കുറച്ച് മെറ്റീരിയൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്തായിരുന്നു, കാര്യങ്ങൾ ജസ്റ്റ് പറയുകയും ചെയ്തായിരുന്നു. അത് നോക്കിയെന്ന് വിശ്വസിക്കുന്നു. അത് നോക്കിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുവാണ്, വർക്കൗട്ട് ചെയ്യാനൊന്ന് ശ്രമിക്കുക. എക്കണോമിക് സർവേ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്റ്റീവ് ആയിട്ട് ഞാനെടുത്ത് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? വോയിസും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരണേ. താങ്ക് യു എലിസബത്ത്. Okay, according to the Economic Survey 2024-25, what is the trade practice known as friendshoring? വളരെ അവണ് കഴിഞ്ഞ വർഷത്തെ കാരണം ഇയറിലെ ന്യൂസിലും കാര്യങ്ങളിലും എല്ലാം ഡിസ്കസ് ചെയ്ത ഒരു ടീമാണ് ഫ്രണ്ട്ഷോറിംഗ്. ആൻസർ അറിയാവുന്നവർ പറയുക. അറിയത്തെങ്കിൽ ദയവ് ചെയ്ത് നോ എന്നൊരു റിപ്ലൈ വന്നു കഴിഞ്ഞാൽ എലിസബത്ത് ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എലിസബത്ത് പറയുന്നത് ബി ആണെന്നാണ്. ഓക്കെ, ബാക്കിയുള്ളവരൊന്ന് റിപ്ലൈ ചെയ്യുക. നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മതി, എനിക്കൊരു റിപ്ലൈ ഏതായാലും വേണം. ഫ്രണ്ട്ഷോറിംഗ് പേരിൽ തന്നെ നമുക്ക് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്താം. ഓക്കെ, friendshoring refers to the practice of sourcing goods and manufacturing them in countries that are considered as political and economic allies. നമുക്കറിയാം, നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കൺട്രീസ്, ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കൺട്രി ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരിക്കലും ശ്രമിക്കത്തില്ല. ഒന്നെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ, ഓക്കെ, ട്രേഡ് യൂണിയൻ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പല യൂണിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എക്കണോമിക് ഇന്റഗ്രേഷന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കേസാണ് എന്ത്? യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയനിലുപരി ഓക്കെ എക്കണോമിക് യൂണിയൻ ആണ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ലൈക് ബാരിയേഴ്സ് എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ് എന്ത്? യൂറോപ്യൻ യൂണിയൻ. സോ ഞാൻ പറഞ്ഞു വന്നത്, ഫ്രണ്ട്ഷോറിംഗ് എന്ന് പറയുന്ന വാക്ക് ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ട ഒരു വാക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്കണോമിക് സർവേയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ജനറൽ അവയർനെസ്സും കൂടെ അനലൈസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആസ് പെർ ദ എക്കണോമിക് സർവേ 2024-25, 2024 has witnessed political and economic uncertainties with elections in 3 major democracies. Which of the following are not one of the 3 democracies where elections were held in 2024? എലക്ഷൻസ് നടക്കാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്.
റിപ്ലൈ തരാൻ ശ്രമിക്കുക. എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ നോ എന്ന് ദയവ് ചെയ്ത് റിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇന്ത്യയിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നോ? ഇന്ത്യയിൽ 2024-25 ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നോ? യെസ് ഓർ നോ? ഇന്ത്യയിൽ 2024-25 ആ ഒരു പീരീഡിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടോ? യെസ്, ഇലക്ഷൻ നടന്നിട്ടുണ്ട് അല്ലേ? ആ ഇലക്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. USA ഇലക്ഷൻ നടന്നിട്ടുണ്ടോ? ഉണ്ട്. ഇന്തോനേഷ്യയിലും ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ഈ ഒരു പീരീഡില് ഇലക്ഷൻ നടക്കാത്തത് 4 and 5 ആണ്. ബ്രസീലിലും കാനഡയിലും ഇലക്ഷൻ നടന്നിട്ടില്ല. സോ ആൻസർ വരുന്ന ഏതാണ്? ആൻസർ 4 and 5 ആണ്. നമ്മുടെ എക്കണോമിക്സ് റിലേറ്റഡ് അല്ല, ജനറൽ ആയിട്ടുള്ള നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള ഒരു ബോധം ചോദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വളരെ നൈസ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ നൈസ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തന്ന എക്കണോമിക് സർവേ വ്യക്തമായി ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എക്കണോമിക് സർവേയുടെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് തന്ന ഗ്രൂപ്പിൽ നോക്കിയായിരുന്നു. ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. As per latest global and Indian economic projections by economic survey match. ഇത് കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഞാനൊരു ഡോക്യുമെന്റ് തന്നായിരുന്നു. ആ ഡോക്യുമെന്റിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ മുഴുവനും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഒന്ന് വായിച്ച് ആൻസറിലേക്ക് എത്തുക. (2023) ഗ്ലോബൽ എക്കോണമിയുടെ ഗ്രോത്ത് എത്ര ആണ്? നമ്മുടെ വേൾഡില് IMF ആണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് ഈ ഗ്ലോബൽ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചൊക്കെ ഡേറ്റാസ് തന്നിട്ടുള്ളത്. അവര് പറയുന്ന അനുസരിച്ച് ഇന്ത്യൻ എക്കോണമി എത്ര ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്? എത്ര ഇന്ത്യൻ എക്കോണമിയിലെ ഗ്ലോബൽ എക്കോണമി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ IMF-ന്റെ ഡേറ്റ അനുസരിച്ച് ഗ്ലോബൽ എക്കോണമി 3.3% ഗ്രോത്ത് ആണുള്ളത്. ഡയറക്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഡി എന്ന് പറയുന്ന ഓപ്ഷനും ശരിയാകാൻ സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് കളയാം. ഓക്കെ, ഡി ആണെന്ന് പറയുന്നു. ഡി ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് IMF-ന്റെ തന്നെ 2023 ഡേറ്റ ഇതാന്ന് പറഞ്ഞു. IMF പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് അടുത്ത 5 വർഷം, ഈ 2023 റിപ്പോർട്ടാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. 2024 പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടിയില്ല. IMF-ന്റെ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ലാസ്റ്റ് കിട്ടിയത് 2023 പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 3.2% ആണ്. എത്രയാണ്?
3.2% ആണ്. 3.2% ആണ്. സോ ഈ ഇന്റർനാഷണൽ ഗ്രോത്തിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. ഓക്കെ, ശ്രദ്ധിക്കുക. ഇന്ത്യസ് റിയൽ GDP ഗ്രോത്ത് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2025 ഇന്ത്യയുടെ റിയൽ GDP ഗ്രോത്ത് എത്ര ആണെന്ന് അറിയാവോ? 6.4% ആണ്. റിയൽ GDP, നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം. റിയൽ GDP ഗ്രോത്ത് റേറ്റ് എന്താണ്? 6.40 ആണെന്നുള്ള വ്യക്തമായ ധാരണ നമ്മുടെ മനസ്സിൽ വേണം. 2026 നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്, നമ്മുടെ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച്, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ റേറ്റ് വെച്ചൊക്കെയുള്ള എസ്റ്റിമേറ്റ് അനുസരിച്ച് 6.3 മുതൽ 6.8% വരെയാണ് ഗ്രോത്ത് ഉണ്ടാകാൻ സാധ്യത. നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഡയറക്റ്റ് നമ്മുടെ എക്കണോമിക് സർവേ അനലൈസ് ചെയ്താൽ കിട്ടുന്ന ഫാക്റ്റ് ആണ്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിച്ചത് IMFന്റെ പ്രൊജക്ഷൻസ് ഉണ്ട്. ഈ പ്രൊജക്ഷൻ അനുസരിച്ച് 2023 എന്താണ്? 3.3% ഗ്രോത്തും 3.2% ആണ് നെക്സ്റ്റ് 5 ഇയേഴ്സിലെ ഗ്രോത്ത് എന്നും എക്കണോമിക് സർവേയിലെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ആ ഒരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻസർ ചെയ്യാനൊന്ന് ശ്രമിക്കുക. സോറി, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഓരോ സെക്ടറിന്റെയും ഗ്രോത്തിനെ കുറിച്ചൊരു ബോധം വേണം. നമുക്ക് ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്തിന്റെ കാര്യം തൊട്ട് മുമ്പ് അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ത്യൻ എക്കോണമിയുടെ റിയൽ GDP ഗ്രോത്ത് ഫിനാൻഷ്യൽ ഇയറിൽ എത്രയാണ്? 6.4% ആണ്. പ്രൊജക്ട് ചെയ്യുന്നത് 6.3 മുതൽ 6.8 ആണ്. അത് നമുക്കറിയാം. ഇനി കുറച്ചും കൂടെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. As per the Economic Survey 2024-25, the following sectors are expected to see varying growth rates in financial year 25. Consider the statements below regarding the growth projections for different sectors. നമ്മളിവിടെ ഫിനാൻഷ്യൽ ഇയർ 25 ഡേറ്റയാണ് പറയുന്നത്. പ്രൊജക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ആണ്. 25 എന്ന് പറഞ്ഞാൽ 25, 26 എന്ന് പറയുന്നതാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൺഫ്യൂഷൻ വല്ലതും ഉണ്ടോ? ഒന്ന് റിപ്ലൈ തരണേ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആകെ എനിക്ക് എലിസബത്ത് മാത്രമാണ് റിപ്ലൈ തരുന്നത്. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ അടുത്ത് ഫിനാൻഷ്യൽ ഇയർ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, 25-26 എന്ന് പറയുന്ന അക്കാഡമിക് ഇയർ, അല്ലെങ്കിൽ അക്കാഡമിക് ഇയർ അല്ല, ഫിനാൻഷ്യൽ ഇയർ ആണ്. ആ ഒരു കാര്യമാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, the agriculture is projected to grow by 3.8%. അഗ്രികൾച്ചർ 3.8% ഗ്രോ ചെയ്യുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? ഇനി ഐഡിയ ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. എനിക്ക് ധൈര്യമായിട്ട് നോ എന്ന് പറയാം. ഒരു വിഷമവും വിചാരിക്കണ്ട. അതെ, ഈ ഒരു നമ്മൾ ഇപ്പം പറഞ്ഞ ഫോർത്ത് ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 3.8% ആണ് അഗ്രികൾച്ചറിൽ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തത്, the industrial sector is expected to grow by 6.2% in financial year 25. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. 6.2% ആണ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രോ ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തത്, the services sector is expected to grow by 7.2%.
അതും കറക്റ്റ് ആണ്. 3 സ്റ്റേറ്റ്മെന്റ് ശരിയാ, കറക്റ്റ് ആണ്. സോ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് എ ആണ്. 3 ശരിയാണ്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് 3.8% ഗ്രോത്ത് ആണ് 2025-26 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ 6.2% നമ്മുടെ ഗ്രോത്തിന്റെ കീ ഡ്രൈവർ ആയിട്ട് ആര് മാറും? ഇൻഡസ്ട്രിയൽ ആയിട്ട് മാറും. ഓൾറെഡി നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കോൺട്രിബ്യൂഷൻ GDP ഷെയറിൽ ഹൈ ആയിട്ടുള്ള 7.2% ഗ്രോത്ത് ആണ് അഗ്രികൾച്ചറിൽ ഉണ്ടാകുന്നത്. ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഈ ഡേറ്റാസ് ഒക്കെ മനസ്സിൽ കുറിച്ച് വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇത് രീതിയിലായി ഈ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സോഫാർ പറഞ്ഞത്? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിക്കുക. ആൻസറിലേക്ക്. സോറി, ഞാൻ ഒരു PDF കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ഇതിനകത്തുള്ള ആൻസറും ക്ഷമിക്കുക, നോക്കാം. According to Economic Survey 2024-25, what is the fiscal deficit as a percentage of GDP for the financial year 23-24? മുമ്പത്തെ കേട്ടോ, ഞാൻ ഒരു സത്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഞാൻ തന്ന ആ എക്കണോമിക് സർവേയുടെ ഡേറ്റ നോക്കിയായിരുന്നു? സത്യം പറയണം. നോക്കി സർ, ബട്ട് നമുക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല. അതൊരു അന്നേരം ഞാൻ ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തരുവാണ്. ദയവ് ചെയ്ത് അത് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ച് ക്ലിയർ ആക്കിക്കോട്ടെ. എനിക്ക് കുറച്ച് മെഡിക്കൽ എമർജൻസി, എൻ്റെ ഗ്രാൻഡ് ഫാദർ കുറച്ച് വയ്യാതായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ ക്ലാസ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത്. മാത്രമല്ല അതിന്റെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലും നമുക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം കുറെ ഉണ്ടായിരുന്നു അല്ലേ? ഇടയ്ക്ക് കട്ടായി പോയിട്ടുണ്ടായിരുന്നല്ലോ. ഞാനിപ്പം ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ എക്കണോമിക് സർവേയുടെ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാം. എന്നിട്ട് ഒരു ക്ലാസ്സും കൂടെ ഞാൻ മാക്സിമം ചോദിച്ചു വെക്കാം. ഓക്കെ, സോ അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത ആ ഒരു മെത്തഡോളജി ഓർമ്മയുണ്ടോ? ഞാൻ കുറച്ച് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. ഞാന് കഴിഞ്ഞ 2 വീക്കിലെ കാര്യങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ അത് ഫുള്ള് മെറ്റീരിയൽ മാക്സിമം ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചെയ്ത് തീർന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് നൈറ്റ് ഇല്ലെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സും കൂടെ ഞാൻ ചോദിച്ചിട്ട് അതിന്റെ കാര്യം ഞാൻ ഡീൽ ചെയ്ത് തരാം. ഞാൻ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, സോ ഇതിന്റെ ആൻസർ നമുക്ക് കറക്റ്റ് ഡേറ്റ നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ. ഒറ്റ സെക്കൻഡ്, ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ കട്ട് ചെയ്യരുത്. ഞാനൊരു അത്യാവശ്യം ടീച്ചറെ വിളിക്കുന്നു, എന്താണെന്നൊന്ന് ചോദിച്ചോട്ടെ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. സോ ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ ഡേറ്റാസ് ഒക്കെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഡേറ്റാസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ ഇയർ 2023-24 ഫിസിക്കൽ ഡെഫിസിറ്റ് ഈ അസ് എ പെർസെൻറ്റേജ് ഓഫ് GDP എന്നാണ് ഇവിടെ പറയുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് അസ് എ പെർസെൻറ്റേജ് ഓഫ് GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എല്ലാ കാര്യങ്ങളും GDPയുടെ പെർസെൻറ്റേജ് ആയിട്ടാണ് പഠിക്കുന്നത്. ഉദാഹരണം, നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്ത് ഇത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായെന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ GDP ഒരു 1000 കോടിയാണെങ്കിൽ, എക്സാമ്പിൾ പറയാണ്. പക്ഷേ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കടമാണ്. പലതരത്തിലുള്ള പ്രൈമറി ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, ബഡ്ജറ്റ് ഡെഫിസിറ്റ് എന്നൊക്കെ പറയുന്ന ഡെഫിസിറ്റ് ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. സോ 2024 നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ, ക്ലാരിറ്റി ഉണ്ടല്ലോ. 2023-24 ഫിസിക്കൽ ഡെഫിസിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? നമ്മുടെ PIBയുടെ റിപ്പോർട്ടുണ്ട്. 2023-24 5.6 ആണ്. ഓക്കെ, 2022-23 6.4 ആണ്. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ ഒരു എന്താണ് ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മള് നമുക്ക് ഫെറ, ഓക്കെ, FERA എന്ന് പറയുന്ന ഒരു ഫെമ എന്നൊക്കെ പറയുന്ന ഒരു അത് നിങ്ങളിപ്പം ഇതുമായിട്ട് മിക്സ് ചെയ്യണ്ട. നിങ്ങൾ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. നമ്മുടെ ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. സോ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഈ ഡെഫിസിറ്റ് കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിസിറ്റ് കുറയുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്ന് നോക്കുക, ഞാനിത് സേവ് ചെയ്തതാണ്, പക്ഷെ ക്വസ്റ്റ്യനും ആൻസറും ഉള്ളിട്ടാണ് വരുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു എക്കണോമിക് സർവേ 2024-25, the following statement provide insight into the banking and financial sector's performance. Consider the statements below and identify which are correct. Okay, ഞാൻ നേരത്തെ പറഞ്ഞു ഫിസിക്കൽ ഡെഫിസിറ്റ് GDP ആണ് പറയുന്നത്. അത് കണക്ക് the credit GDP gap narrowed to 0.3% in Q1 of financial year from minus 10.3% in Q1 in financial year 23. ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഈ ഫിനാൻഷ്യൽ ഇയർ 25-26 എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് പറയുന്നത്. 25-26 നമ്മള് ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും? നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് എപ്പോഴാണ്? നമുക്കറിയാം നമ്മുടെ എക്കോണമിയെ Q1, Q2, Q3, Q4 എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 4 ക്വാർട്ടേഴ്സ് ആയിട്ടാണ് തിരിക്കുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന വർഷം ഏതാണ്? നമ്മുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന വർഷം ഏതാണ്? ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന വർഷം ഏതാണ്? ആൻസർ ചെയ്യാവോ? ഫിനാൻഷ്യൽ ഇയർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 1 മുതലാണ്. അന്നേരം ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്നതാണ് Q1. ഓക്കെ, ക്രെഡിറ്റ് GDP ഗ്യാപ്പ് നാരോ ചെയ്തെന്നാണ് ഇവിടെ പറയുന്നത്. അത് ശരിയാണോ? ഓക്കെ, ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. നമ്മളത് കൃത്യമായിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ക്രെഡിറ്റ് GDP ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GDPയുടെ എത്ര പെർസെന്റേജ് ആണ് ലോൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്, അതാണ് ക്രെഡിറ്റ് GDP ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് നാരോ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഈസ് ആൻ ഇംപ്രൂവ്മെന്റ് ഫ്രം 10.3% in Q1 financial year 23-24 എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പുള്ള Q1-നെക്കാട്ടിലും ബെറ്റർ ആണ് എന്നുള്ള കാര്യമാണ്. സോ ഇത് ശരിയാണ്. ഓക്കെ, അടുത്തത് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഓഫ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് increased to 2.6% of gross loan and advances at the end of September 2024, making a significant rise. ആ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. ഈ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലൈക്ക് കിട്ടാക്കടം എന്നൊക്കെ പറയത്തില്ലേ, അത് എന്താണ്? അതാണെങ്കിൽ ഇവിടെ ചേഞ്ച് വന്നെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇൻക്രീസ് അല്ല, എന്താണ്? ഇത് ഡിക്ലൈൻ ആണ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് റേഷ്യോ, ഓക്കെ, അതെന്താണ്? 16.7% ആണ്. നിങ്ങൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വിടുക. നിങ്ങൾ ഇത് കൂടുതൽ ഫിക്സ് ഓൺ ചെയ്യേണ്ട. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സിവിൽ സർവീസ് എക്സാമിന്
സിമ്പിൾ ആയിട്ടുള്ളത് നമ്മൾ ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്, ഇത് ചോദിക്കാൻ സാധ്യതയില്ല. ഈ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കാതാണ്, ഇത് സാധ്യത ഉള്ളതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് എന്താണ്, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. കറക്റ്റ് ഡേറ്റാസ് ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 to 5 ചെയ്യുവാണെങ്കിൽ ഒരു 5 ഡിഫിക്കൽട്ടി ഉള്ള, അത്രയും ബോധത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ, ഇതല്ല ഇതിന് തൊട്ട് താഴെ ഉണ്ടായിരുന്നത്, ഓക്കെ, അത്രയും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് നിങ്ങൾക്കത് ആൻസർ ചെയ്യാതിരിക്കാനായിട്ടുള്ള സിറ്റുവേഷൻ എത്തും. അങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. അതന്നെ അടുത്ത ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു എക്കണോമിക് സർവേ 2024-25, under the insolvency and bankruptcy code, the amount released in resolution of 1068 plans till September 2024 is dash crore, which is dash percentage of fair value of assets involved. കുറച്ച് ടെക്നിക്കൽ ടേംസ് കയറി വരുന്നുണ്ട്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റൻസി കോഡ്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ, കട്ടി ആവുന്നുണ്ടോ? ഞാൻ ഏറ്റവും കട്ടി ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഇങ്ങനെ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക് സർവേന്ന് ചോദിക്കാൻ പോകുന്ന സിമ്പിൾ തൊട്ട് ഏറ്റവും വൃത്തികെട്ട ക്വസ്റ്റ്യൻ വരെ എന്താണ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ അത് ലൈക്ക് ഇതല്ല ഫോറസ്റ്റ് റിസർവ് എത്ര ആണ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ തരാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് കംഫോർട്ട് ആകാനായിട്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യും. ഞാനിത് വേറൊരു അക്കാഡമിയുടെ നോട്ടാണ്. ഇതിനകത്ത് കുറെ എക്കണോമിക്സിന്റെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തോ. നിങ്ങൾ മറ്റേ കുറെ കറണ്ട് അഫയേഴ്സ് സൈക്കിളിൽ പോകണ്ടെന്ന് കരുതിയാണ് ഞാനിത് ചെയ്യുന്നത്. കൺസിഡർ ദ ഫോളോയിങ് ഹൈപ്പോത്തറ്റിക്കൽ സിനാറിയോസ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാമിന് മൈക്രോയുടെ ക്വസ്റ്റ്യൻസും ഉണ്ട്, മാക്രോയുടെ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ സെക്ഷൻ ആണ് മൈക്രോ. മൈക്രോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. എ ഫാക്ടറി ഹാസ് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് പറയാനാണ്. എ ഫാക്ടറി ഹാസ് ഐഡിയൽ മെഷീൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് വിതൗട്ട് ഡിസ്പ്ലേസിംഗ് എനി അതർ പ്രൊഡക്ഷൻ. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ശ്രദ്ധിക്കുക, എ ഫാക്ടറി ഹാസ് ഐഡിയൽ മെഷീൻസ് ദാറ്റ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് വിതൗട്ട് ഡിസ്പ്ലേസിംഗ് എനി അതർ പ്രൊഡക്ഷൻ. ഓക്കെ, ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, എ പേഴ്സൺ വോളണ്ടിയേഴ്സ് their time for charity even on a day when they have no other commitments. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. എ സ്റ്റുഡന്റ് decides to study in the library during a time when they had no other planned activities. Second statement. A company uses leftover raw materials from a previous production process to create a new product. നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല അല്ലേ? എന്തൊക്കെയോ ഇവര് പറയുന്നു, 4 സ്റ്റേറ്റ്മെന്റുകൾ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുവാണ്, ഇൻ വിച്ച് ഓഫ് ദ അബോവ് സിനോറിയോസ് ക്യാൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ബി കൺസിഡേർഡ് സീറോ? മോളിൽ പറയുന്ന ഏത് സിറ്റുവേഷനിലാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സീറോ എന്ന് പറയുന്നത്? സോ നമ്മുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുവാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾക്ക് ഏറ്റവും ലീസ്റ്റ് വെയിറ്റേജ് ഉള്ള ഒരു സെക്ഷൻ ആണ് ഇന്ത്യൻ ലൈക്ക് മൈക്രോ എക്കണോമിക്സ്. അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഏപ്രിൽ നേരത്തെ എലിസബത്ത് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ഐഡിയ ഇല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞോളൂ. രണ്ടുപേരേ ഉള്ളൂ. ഇല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞോളൂ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണോ സാക്രിഫൈസ് ചെയ്യുന്നത്, ഞാൻ പറയുന്ന വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണോ സാക്രിഫൈസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. 4 സിറ്റുവേഷൻ ആണ്. 4 സിറ്റുവേഷനെ നോക്കിക്കേ. എ ഫാക്ടറി ഹാസ് ഐഡിയൽ മെഷീൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസ് ഗുഡ്സ് വിത്തൗട്ട് ഡിസ്പ്ലേസിംഗ് എനി അതർ പ്രൊഡക്ഷൻ. അത് എന്താണ്
ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് വേറൊരു കാര്യം ചെയ്യുന്നതാണ്. അങ്ങനെ അല്ലാത്തത് ഏതാണ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഐഡിയ കത്തുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ട് ഒരു കാര്യം ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ ഒന്നാമത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഐഡിൽ മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഐഡിൽ മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ കിടക്കുന്ന മെഷീൻസ് എടുത്ത് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അവിടെ ഒരു പ്രൊഡക്ഷനും ഡിസ്പ്ലേസ് ആയിട്ടില്ല, സോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതേസമയം വേറൊരു ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ ഒരു ആക്ടിവിറ്റി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത്, ഒരു പേഴ്സൺ അയാളുടെ സമയം വോളണ്ടറി ചെയ്യുന്നു വേറൊരു ജോലി ഇല്ലാത്ത സമയത്ത്. മൂന്നാമത്തെ സ്റ്റുഡന്റിന്റെ കാര്യം നോക്കുക. മൂന്നാമത്തെ സ്റ്റുഡന്റ് ലൈബ്രറി പോകുന്നു, അവന് വേറൊരു പ്ലാനും ഇല്ല. ഓക്കെ. നാലാമത്തെ സിറ്റുവേഷൻ പ്രൊഡക്ഷൻ. ഓക്കെ, ലെഫ്റ്റ് ഓവർ, ഒരു ജോലി കഴിഞ്ഞിട്ട് വെറുതെ കിടക്കുന്ന വേറൊരു യൂസും ഇല്ലാത്ത പ്രൊഡക്ട്സ് എടുത്ത് യൂസ് ചെയ്യാണ്. സോ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സീറോ ആണ് എല്ലായിടും. മനസ്സിലായോ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സീറോ ആവുന്ന സിറ്റുവേഷൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു ആവശ്യവും ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വേറൊന്നും നമ്മൾ എന്താണ് നഷ്ടപ്പെടുത്തുന്നില്ല. ഈ 4 സിറ്റുവേഷനിലും വെറുതെ കിടക്കുന്ന കാര്യം അല്ലെങ്കിൽ വെറുതെ കിടന്ന സമയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം നിങ്ങളടുത്ത് പറയാണ് വേറൊരു മെഷീന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് റോ മെറ്റീരിയൽ എടുത്ത് വേറൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മറ്റേ മെറ്റീരിയൽ ഉണ്ടാക്കാതെ നമ്മൾ എന്താണ് ഇവിടെ പ്രൊഡക്ഷൻ നടത്തുവാണ്. അതൊരു മിസ്റ്റേക്ക് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ നമ്മൾ വേറൊരു ആക്ടിവിറ്റി, നമ്മൾ ഇന്റേണൽസ് അസൈൻമെന്റ് ചെയ്യുന്നതിന് വരെ ലൈബ്രറി പോകുന്നു, അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താന്ന് കത്തിയോ? വളരെ മൈന്യൂട്ട് ആയിട്ട് വളരെ ചാൻസ് കുറവുള്ള മൈക്രോയിൽ ഒരു സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താന്ന് പറഞ്ഞതെന്ന് മനസ്സിലായോ? ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് റിപ്ലൈ തരണം. നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ എലിസബത്ത് ബിൻസു? ഓക്കെ. നമുക്ക് ഞാൻ ഇത് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒരു നിങ്ങൾ ഈ ഡൈനാമിക് ആയിട്ടുള്ള കാര്യം പഠിച്ചു പോകുമ്പോൾ ഉള്ള ഡിഫിക്കൽട്ടി ഉണ്ടാകാതിരിക്കാൻ പറഞ്ഞാണ്. നമുക്ക് അടുത്ത ഭാഗങ്ങൾ നോക്കി പോവാം. ഓക്കെ. സോ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. ഞാൻ ഇതിന്റെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഡേറ്റ് ഒന്നും ഓർമ്മ കാണത്തില്ല, അതുകൊണ്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇൻസൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറയുന്ന IBC കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഡേറ്റ് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ക്രെഡിറ്റേഴ്സ് ലോൺ എടുക്കുന്ന അല്ലെങ്കിൽ അഡ്ജുഡിയേറ്റിംഗ് അതോറിറ്റിയെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ. പറഞ്ഞാൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് വെച്ച് അവർ എത്ര ദിവസത്തിനുള്ളിലാണ് ഇൻസോൾവൻസി പ്രോസസ്സ് നടത്തേണ്ടത്, കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടു GDP stood at what percentage at the end of GDP? നമുക്കറിയാം ഒരു രാജ്യത്തെ എക്കോണമിയുടെ ഹെൽത്ത് കാണിക്കുന്ന എവിടാണ്? നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ആണ്. സോ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്യാപിറ്റല് GDPയുടെ എത്ര പെർസെന്റേജ് ആയിട്ടാണ് നിന്നത്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മാർക്കറ്റ് വാല്യൂ. ഓക്കെ. GDP റേഷ്യോയിൽ നിന്ന് എത്ര പെർസെന്റേജ് ആയിട്ടാണ് സ്റ്റുഡ് ചെയ്ത് നിന്നത്? 136% ആണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ GDP എന്ന് പറയുന്ന ഒരു 1000 കോടിയാണെങ്കിൽ അതിനെക്കാട്ടിലും 10 മടങ്ങ് വാല്യൂ ആണ് നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കണ്ടത്. നമ്മൾ ഇന്ന് നോക്കുവാണെങ്കിൽ ബ്രസീലിലും ചൈനയെ പോലും അത് വളരെ കുറവാണ്. പക്ഷേ 2024-25 അവസാന കാലഘട്ടത്തിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞ ഒരു ന്യൂസ് ആണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ വാല്യൂ ഹൈയസ്റ്റ് ആയിട്ട് നിന്നു എന്നുള്ള ഒരു കാര്യമാണ്. ഓപ്ഷൻ B ആണ്. 136% ആണ്. അത് വളരെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഉണ്ടായ ഒരു ന്യൂസ് ആണ്. അടുത്തൊരു ചോദ്യം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 25 ടോട്ടൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അസറ്റ്സ് ആൻഡ്
അണ്ടർ മാനേജ്മെന്റ് 1,00,000 crore ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് SIP, ഓക്കെ, SIP അക്കൗണ്ട്സ്, ഓക്കെ, SIP അക്കൗണ്ട്സ് കൂടിയത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഇൻവെസ്റ്റർ പാർട്ടിസിപ്പേഷൻ. ഈ SIP എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആദ്യം SIP, ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ പുതിയ ബിൽഡിംഗ് കെട്ടുന്നു അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. SIP എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ഈ ഗ്രോയില് SIP ഉണ്ട്, മ്യൂച്വൽ ഫണ്ടില് SIP ഉണ്ട്. SIP എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. നമ്മള് നിങ്ങൾ ഒരിക്കലും ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിംഗ് കെട്ടുന്നു, കമ്പനി തുടങ്ങുന്നു, ആ ഒരു കാര്യമല്ല. ഇവിടെ പറയുന്ന SIP എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മാസം 3,000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഇൻവെസ്റ്റ്മെന്റിന് പ്രത്യേകതയുണ്ട്. രണ്ട് തരത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ഒന്നെങ്കിൽ സ്റ്റോക്ക് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ വേറെന്ത് വാങ്ങിക്കാം, സ്റ്റോക്ക് അല്ലെങ്കിൽ നമുക്ക് വേറെന്ത് വാങ്ങിക്കാം, നമ്മള് SIP ചെയ്യും. ഈ സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ ഷെയർ ഡയറക്റ്റ് വാങ്ങിച്ചിട്ട് അത് നമ്മൾ എന്താണ്, നമ്മളാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. അതേസമയം SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫണ്ട് മാനേജേഴ്സ് കാണും. നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ പല പേരിലുള്ള SIP ഇടുമ്പോൾ അവിടെ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാര് എന്ത് ചെയ്യും, അവര് ഈ പൈസ എടുത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ കൂടുതൽ സമയം കൊടുക്കണ്ട, അതാണ് SIP. ഓക്കെ, സോ അതിന്റെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. അതിന്റെ ഇൻക്രീസ് എന്നുള്ള കാര്യമാണ് ഇവിടെ, എത്രയാണ് ഇൻക്രീസ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്. ആൻസർ എത്രയാണ്, 30.6ഉം 10.3 എന്ന് പറയുന്നതാണ്. 13.6, 10.3 രണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ കാര്യമാണ്. ഓക്കെ, SIP ഓട്ടോമാറ്റിക്, ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇത് SIP അക്കൗണ്ട്സിൽ എത്ര ഗ്രോത്ത്. സോ SIP ഇൻവെസ്റ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. സോ SIP ഓട്ടോമാറ്റിക്, ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറയുന്ന സെക്ഷനിൽ 13.6 ഗ്രോത്ത്. അതേസമയം ഇവിടെ എന്താണ്, SIP അക്കൗണ്ട്സിൽ 10.3 ആണ്. സോ SIP എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമ്മുടെ പോളിസീസ്, നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ എക്കണോമിക് സർവേയിൽ പോളിസീസിനെ കുറിച്ചുള്ള അനാലിസിസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കവർ ചെയ്തിരിക്കുന്ന രണ്ട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് ഗവൺമെന്റ്. ഏതൊക്കെയാണ്, നാഷണൽ പെൻഷൻ സിസ്റ്റവും അതാൽ പെൻഷൻ യോജനയും. ഓക്കെ, ഇത് രണ്ടും കവർ ചെയ്ത് നമ്മുടെ പോപ്പുലേഷന്റെ എത്ര ശതമാനം ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള ഒരു ചോദ്യമാണ്. ആൻസർ എന്താണ്, 5.3 ആണ്. നമ്മുടെ ഗവൺമെന്റിന്റെ നാഷണൽ പെൻഷൻ സിസ്റ്റം, അതാൽ പെൻഷൻ യോജനയില് ടോട്ടൽ പോപ്പുലേഷന്റെ 5.3% എന്താണ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ മനസ്സിലാക്കണം, ഇതൊരു വളരെ ലോവർ ആയിട്ടുള്ള ഡേറ്റ ആണെന്ന് ആലോചിക്കണം. ഓക്കെ, സോ അതോടൊപ്പം തന്നെ ഇവിടെ അടുത്ത ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ഓൾഡ് ഏജ് ഡിപ്പെൻഡൻസി റേഷ്യോ എത്ര ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇന്ത്യസ് ഓൾഡ് ഏജ് ഡിപ്പെൻഡൻസി റേഷ്യോ ഇസ് നിയർലി 15.7%. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ വളരെയധികം എന്താണ് ഗ്രേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ആൾക്കാര് കൂടുതലായിട്ട്, നമ്മളിപ്പം അറിയാം, നമുക്ക് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ? ഓക്കെ, ഈ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യ കാലങ്ങളിൽ ഇന്ത്യയിൽ ബർത്ത് റേറ്റും കൂടുതലാണ്, ഡെത്ത് റേറ്റും കൂടുതലാണ്. എന്നുള്ള കുറെ പേര് ജനിക്കുവാണെങ്കിൽ കുറെ പേര് എന്താണ് മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതേസമയം കുറച്ച് കഴിഞ്ഞപ്പോ എന്താണ്, ഡെത്ത് റേറ്റ് കുറഞ്ഞു വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് റേറ്റിന്റെ അളവ് കുറഞ്ഞു വന്നു. കാരണം എന്താണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആൾക്കാര് മരിച്ചു പോകുന്നതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ്, ഹോസ്പിറ്റൽസ് വന്നു, നല്ല ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് വന്നു. സോ ആ സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ സെക്കൻഡ് സ്റ്റേജിലാണ്. ഓക്കെ, ഈ സെക്കൻഡ് സ്റ്റേജിൽ ഈ ഓൾഡ് ഏജ് ഡിപ്പെൻഡൻസ് കൂടുന്നു എന്നുള്ള ഡേറ്റയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പെൻഷൻ ഇപ്പം ഇൻഷുറൻസ്, ഓക്കെ, ഇൻഷുറൻസ് പെൻഷൻ ഒക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷന്റെ വെറും എന്താണ് 5.3% മാത്രം ആര് കവർ ചെയ്യുന്നുള്ളൂ, നമ്മുടെ നാഷണൽ പെൻഷനും അതാൽ പെൻഷൻ യോജനയും കവർ ചെയ്യുന്നുള്ളൂ. മാത്രമല്ല അതിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇന്ത്യയിൽ ഓൾഡ് ഏജ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ 15.7 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ഇത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്തുള്ള കാര്യം,
RBI's ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ്. ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? RBI ആൾക്കാരെ ഈ ബാങ്ക്, നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. ഫോർമൽ ബാങ്കും ഉണ്ട്, ഇൻഫോർമൽ ബാങ്കും ഉണ്ട്. എന്താണ് ഫോർമൽ ബാങ്ക് ഇൻഫോർമൽ ബാങ്ക് തമ്മിലുള്ള വ്യത്യാസം? ഫോർമൽ ബാങ്ക് ഇൻഫോർമൽ ബാങ്ക് തമ്മിലുള്ള വ്യത്യാസം വേറൊന്നുമല്ല. ഈ ഫോർമൽ ബാങ്ക് സിസ്റ്റത്തിൽ എന്താണ്, ഈ പലിശ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ RRBs, നബാർഡ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയില് ഈ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് ഫുൾ ഫോം. ഇവിടെ അഗ്രികൾച്ചറിനെ ഹെൽപ്പ് ചെയ്യാനാണ് ഇതിന്റെ കൂടെ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഒക്കെ കൊണ്ടുവന്നത്, ഫോർമൽ സെക്ടർ സ്ട്രോങ് ആക്കാനായിട്ടാണ്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ RBIയുടെ ഫിനാൻഷ്യൽ ഇൻഡെക്സിന്റെ അവസ്ഥ എന്താണെന്ന് ചോദ്യം വരും. ഓക്കെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ 53.9 ആയിട്ട് കൂടി. ഓക്കെ, 53.9 ആയിട്ട് കൂടി എന്നുള്ള കാര്യമാണ് ഇവിടെ ഉള്ളത്. സോ 64.2 ഓക്കെ ഇതിലേക്ക് മാറിയിട്ടുണ്ട്. സോ ഇതിന്റെ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? ഈ ഒരു 10.3 എന്ന് പറയുന്ന ഒരു ഡേറ്റയിലോട്ടാണ് വരുന്നത്. സോ ഒരു പ്രോസസ് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ട്രേഡ് പെർഫോമൻസ്. നിങ്ങൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചതാണ് ട്രേഡ് പെർഫോമൻസ്. ഇന്ത്യയുടെ ട്രേഡ് പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ലാസ്റ്റ് 9 monthsലെ ഡേറ്റ വെച്ച് പറയുവാണ്. ഓക്കെ, ഇതിൽ പറയുന്ന ഡേറ്റ ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. 2024-25 എക്കണോമിക് സർവേ അനുസരിച്ച് എക്സ്പോർട്സ്, ഇന്ത്യൻ എക്സ്പോർട്സ്, ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് കയറ്റുമതിയായിട്ട് അയക്കുന്ന എക്സ്പോർട്സിന്റെ വാല്യൂ എത്ര ആയിട്ട് വന്ന് നിൽക്കുവാണ്? 602.6 ബില്യൺ ആയിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം, ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം. ഇന്ത്യയില് എക്സ്പോർട്ടിന്റെ ഗ്രോത്ത് എത്ര ആണ് ഫിനാൻഷ്യൽ ഇയർ 2025? ഡയറക്റ്റ് ആൻസർ പറയാം 6% ആണ്. എത്രയാണ്? 6% ആണ് ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്ത് എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതേസമയം ഗുഡ്സ് ആൻഡ് സർവീസസ്, ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഗ്രോത്തും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10.4% ആണ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഗ്രോത്തിൽ നമ്മൾ ഈ പെട്രോളിയവും ജെംസും ജ്വല്ലറിയും ഉൾപ്പെടുത്താത്ത ഒരു ഡേറ്റയാണ്. ഓക്കെ ഓക്കെ സോ ഈ ടോട്ടൽ ഇമ്പോർട്ട്സ്, എക്സ്പോർട്ടിന്റെ കാര്യം പോലെ 602 ബില്യൺ എക്സ്പോർട്സ് ആണെങ്കിൽ അതിലും കൂടുതൽ എന്താണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. USD $682.2 ബില്യൺ ആണ് നമ്മുടെ എന്താണ് ഇമ്പോർട്ട് കോസ്റ്റ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ 6.9% ഗ്രോത്ത് ആണ്. സോ സ്റ്റഡി ഡൊമസ്റ്റിക് ഡിമാൻഡ്, നമ്മുടെ എക്കോണമിയിലെ ഡിമാൻഡ് കൂടുന്നത് കാരണമാണ് ഇമ്പോർട്ട് കൂടുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എന്താണ് 6% ഗ്രോത്ത് ഇൻ ഫിനാൻഷ്യൽ ഇയർ 25, അതേസമയം 6.9% എന്ന് പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത്. ഓക്കെ എടോ, ഞാൻ ഒരു 2 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് തരാം. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നോട്ടെ. 7:18 സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയ ബ്രേക്ക് തരുവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോഫാർ പറഞ്ഞു എന്തെങ്കിലും ഡിഫിക്കൽട്ടി നേരിടുന്നുണ്ടെങ്കിലും പറയാം. എനിക്ക് ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു പോവാണ്. നിങ്ങൾക്ക് പലർക്കും എന്താണ് ഈ ഡേറ്റ ഒന്നും അറിയത്തില്ലായിരിക്കും. ഓക്കെ, ഡേറ്റ അറിയാത്തതിന്റെ വിഷമം ഉണ്ടോ? എൻ്റെ അടുത്തൊന്ന് റിപ്ലൈ തരണേ. ഈ ഡേറ്റ കാര്യങ്ങൾ ഞാനിപ്പോ നിങ്ങൾ ജസ്റ്റ് ഏതൊക്കെ പോർഷൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനപ്പെട്ടത് എക്കണോമിക് സർവേയിൽ, അത് നോക്കി പോകാനായിട്ടുള്ള ഒരു ഇൻസൈറ്റ് ആണ് തരുന്നത്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ് വെറും 2-3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഒന്ന് റിപ്ലൈ തരണേ. ഓക്കെ ആണോ? കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ ചെയ്യുന്ന രീതി മാറ്റി. നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല പല കാര്യങ്ങളും, അതുകൊണ്ട് നിങ്ങളെല്ലാം ഫെമിലിയർ ആക്കി പോവാണ്. ഓക്കെ ആണോ എന്നൊന്ന് 2 പേർ റിപ്ലൈ തരണേ. നമുക്ക് 7:19 സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം.
ഓക്കെ, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ജിതിൻ ഇപ്പം ജോയിൻ ചെയ്തതായിരിക്കും. എലിസബത്ത് ബിൻസു. സോ റീസ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? സോ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് ഫോറിൻ എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള കാര്യം. 2024-25 എക്കണോമിക് സർവേയില് നമ്മുടെ ഫോറക്സ് റിസർവിന്റെ ഒരു പൊസിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 640.3 ബില്യൺ ഡിസംബർ എൻഡ് വരെയുള്ള ഡേറ്റ അനുസരിച്ച് നിൽക്കുന്ന അതാണ്. ഓക്കെ, സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ, ഈ ഫോറക്സ് റിസർവിന്റെ ആ ഒരു ഡിസംബർ എൻഡ് വരെയുള്ള ഡേറ്റ അനുസരിച്ച് 640.3 ബില്യൺ ആണ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം, നമ്മുടെ റിസർവ്സ്, നമുക്കറിയാം റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നീഡ്, ഓക്കെ, 10.9 മന്ത്സ് ഓഫ് ഇമ്പോർട്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ഓഫ് കൺട്രീസ് എക്സ്റ്റേണൽ ഡെപ്റ്റ് ഓഫ് $711.8 ബില്യൺ ആസ് ഓഫ് സെപ്റ്റംബർ 2024. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ഡേറ്റ ഇവിടുന്ന് പല കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് ഡിസംബർ പീരീഡ് ആകുമ്പോൾ 640.3 ബില്യൺ ആണെന്നുള്ള ഡേറ്റ ഉണ്ട്. ഇത് 10.9 മന്ത്സ് കവർ ചെയ്യാൻ പറ്റുന്ന എന്നുള്ള കാര്യം അറിയാം. മാത്രമല്ല നമ്മുടെ എക്സ്റ്റേണൽ ഡെപ്റ്റിന്റെ സിറ്റുവേഷൻ 90%-ഉം എന്താണ്, ഈ ഫോറക്സ് റിസർവ് വെച്ച് കവർ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുക. എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് മുഴുവനും ഡെപ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള റിസർവ് വെച്ച് ഇതിന്റെ 90% കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഡേറ്റയും കൂടെ അധികമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങള് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സ്പോർട്ടിന്റെ കാര്യം ഡിസ്കസ് ചെയ്തു. ഇനി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ട്രെൻഡാണ്. അതും സെക്ടറൽ ട്രെൻഡ്സ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. സെക്ടറൽ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് സർവേ അനുസരിച്ച് നമ്മുടെ ഇന്ത്യയില് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഓക്കെ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു കോൺട്രിബ്യൂഷന്റെ ആ ഒരു ടോപ്പ് 5 കോൺട്രിബ്യൂട്ടേഴ്സ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, അതിന്റെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെക്ടറൽ കോൺട്രിബ്യൂഷൻ ഇൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അതർ സർവീസസ് ആണ്. നമ്മൾ മിസലേനിയസ് എന്ന് പറയും. അതാണ് എന്ത് ഫസ്റ്റ് വരുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ട്രേഡിങ്, നോൺ കൺവെൻഷണൽ എനർജി, സിമെന്റ് ആൻഡ് ജിപ്സം പ്രൊഡക്ട്സ് എന്നൊക്കെയാണ് വരുന്നത്. ഉൾപ്പെടാത്തത് 2 and 3 ആണ്. ഇലക്ട്രിസിറ്റി എനർജിയും അതോടൊപ്പം എന്താണ്, കൺസ്ട്രക്ഷനുമാണ്. അത് താഴെയാണ് വരുന്നത്, ടോപ്പ് 5-ല് വരുന്നതല്ല. ഓക്കെ, സോ നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഷെയറും ജസ്റ്റ് നോക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അതിനെയാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ GDPയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഫിനാൻഷ്യൽ ഇയർ Q2 നിന്നിരുന്നത്? അത് 1.2% ആണ്. സോ ആ ആസ്പെക്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഓക്കെ, സോ അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ ഡെപ്റ്റ് ടു GDP. ഓക്കെ, സെപ്റ്റംബർ 2024 ഒരു ഡേറ്റയാണ്. അതനുസരിച്ച് 19.4%-ലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അത് ഇതിന്റെ IMFന്റെ ഒരു ആനുവൽ സർവേയുടെ അടിസ്ഥാനത്തിലായിട്ടുള്ള കാര്യമാണ്. IMF പലതരത്തിലുള്ള സർവേസും പറയുന്നുണ്ട്. അത് നമ്മുടെ എക്കണോമിക് സർവേ കോട്ട് ചെയ്യാറുണ്ട്. ഗ്ലോബൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡറേറ്റ് ആയി 5.7 ആയി നിൽക്കുവാണ്. ഓക്കെ, 8.7-ൽ നിന്ന് 5.7 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ഇൻഫ്ലേഷൻ, ഗ്ലോബൽ ഇൻഫ്ലേഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ. ഓക്കെ, അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിലെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 5.4% നിന്ന് 4.9% ആയിട്ട് എന്താണ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രൈസബിലിറ്റി ഉണ്ട്. ഞാൻ
നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഡെയിലി നോക്കിയപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ബാസ്ക്കറ്റിലുണ്ട വെയിറ്റേജ് മാറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ കാര്യം നമ്മൾ നോക്കേണ്ടതാണ്. സോ ഇതെല്ലാം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ജസ്റ്റ് പറഞ്ഞു പറഞ്ഞു പോവാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഗ്ലോബൽ ഫുഡ് ഇൻഫ്ലേഷന്റെ ഡൗൺവേർഡ് ട്രെൻഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയാണ് ഈ ഡൗൺവേർഡ്, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുന്നത്. ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയാണ്. പക്ഷെ ഗ്ലോബലി നോക്കുമ്പോൾ ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ കൂടുതലുള്ള കൺട്രീസിന്റെ ഒരു ലിസ്റ്റാണ് തന്നിട്ടുള്ളത്. UK-യിലും ഫ്രാൻസിലും ജർമ്മനിയിലും എല്ലാം നല്ല കൂടുതൽ നിൽക്കുവാണ്. ഇന്ത്യയിൽ കമ്പാരിറ്റീവ്ലി എന്താണ്, ഇൻഫ്ലേഷന്റെ ആ ഒരു ഗ്രോത്ത് കുറഞ്ഞു വരുവാണ്. ഇത് ഇൻഫ്ലേഷൻ കൂടിയ രാജ്യങ്ങളാണ്. അതിന്റെ കാര്യം ഒന്ന് ജസ്റ്റ് നോക്കണം. അത് കഴിഞ്ഞിട്ട് വികസിത് ഭാരത്. ഇന്ത്യ വികസിത് ഭാരത് എന്ന് പറയുന്ന സ്റ്റാറ്റസിൽ എത്തിച്ചേരുന്ന ഏത് വർഷമാണ്? ഏത് വർഷമാകുമ്പോഴാണ് ഇന്ത്യ വികസിത് ഭാരതിൽ എത്തുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? വികസിത് ഭാരത് ഏത് വർഷം? 2040 ജിതിൻ? 47. 2047. ഈ 2047 ആവുമ്പോൾ വികസിത് ഭാരത് വേണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ അടുത്ത 2 ഡെക്കേഡ്സ് നമ്മൾ എന്താണ്, 8% ഗ്രോത്ത് കൺസിസ്റ്റന്റ് ആണ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് റിയലൈസ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്ത്യ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ത്യ വേൾഡ് ബാങ്ക് കൺട്രീസിനെ ഹൈ ഇൻകം കൺട്രീസ്, മിഡിൽ ഇൻകം കൺട്രീസ്, ലോവർ മിഡിൽ ഇൻകം കൺട്രീസ്, ലോ ഇൻകം കൺട്രീസ് എന്ന് തിരിച്ചിട്ടുണ്ട്. 4 ആയിട്ടാണ്. ഇന്ത്യ ഏതിലാണ് വരുന്നത്? ഇന്ത്യ ഹൈ ഇൻകം ആണോ, മിഡിൽ ഇൻകം, ലോവർ മിഡിൽ ഇൻകം ആണോ, ലോ ഇൻകം ആണോ? ഓക്കെ. താങ്ക് യു അല്ലേ സർ. റെക്കോർഡിങ്സ് നോട്ട് ഒന്ന് നോക്കിയാൽ മതി. ഡോണ്ട് വരി. സോ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. ഇന്ത്യ ഹൈ ഇൻകം ആണോ, മിഡിൽ ഇൻകം ആണോ, ലോവർ മിഡിൽ ഇൻകം ആണോ, ലോ ഇൻകം കൺട്രി ആണോ? ഏത് ടൈപ്പിലാണ് ഇന്ത്യ നിൽക്കുന്നത്? ഏത് സെഗ്മെന്റിലാണ് ഇന്ത്യയുടെ ഒരു പ്രസന്റ് കണ്ടീഷൻ? ഈ ലോവർ മിഡിൽ ഇൻകം ആണ്. ഈ ലോവർ മിഡിൽ ഇൻകത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ $2264 എങ്ങാണ്ടാണ് നമ്മുടെ ആവറേജ് പെർ ക്യാപിറ്റൽ GDP. സോ ഇത് നമുക്ക് ബെറ്റർ ആക്കി എടുക്കുക, അതിൽ നിന്ന് മാറുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. ഇതിൽ ഹൈ ഇൻകത്തിലേക്ക് 2047 ആവുമ്പോൾ എത്തണമെന്നാണ് പറയുന്നത്. സോ അടുത്ത 2 ഡിക്കേഡ്സ്, 20 വർഷം 88% ഗ്രോത്ത് റേറ്റ് എല്ലാ വർഷവും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രോത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ള നമുക്കിവിടെ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എല്ലാ വർഷവും 8% ഗ്രോത്ത് നമുക്ക് നേടാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകൾ അങ്ങനെയൊക്കെ നടത്തുന്നതാണ് നമ്മൾ എന്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടേഴ്സിൽ നമ്മൾ നടത്തിയത് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. 30.8% ഗ്രോ ചെയ്തിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് GDP-യിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 3.2% ഓഫ് എന്താണ് 2023-24 ആണ്. സോ നമ്മളിവിടെ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വളരാനായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. സോ ആ രീതിയിലുള്ള ആസ്പെക്റ്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ എക്കണോമിക് സർവേയിൽ കണ്ടെയ്നർ ടേൺ അറൗണ്ട് ടൈം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റിന്റെ കാര്യത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം.
ഇപ്പോ നമ്മുടെ കണ്ടെയ്നേഴ്സിന്റെ സൈസ് യൂണിഫോം സൈസ് ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സെയിം സൈസ് ആകുന്നത് കൊണ്ട് തന്നെ ലോകത്ത് മുഴുവനും ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കണ്ടെയ്നേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് കണ്ടെയ്നർ ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അത് 48.1 അവേഴ്സിൽ നിന്ന് 30.4 അവേഴ്സ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. അത് ഓപ്പറേഷൻ എഫിഷ്യൻസി കൂട്ടിയിട്ടുള്ള കാര്യമാണ്. സോ നമ്മുടെ ഇന്റർനാഷണൽ സാഗർമാലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ജസ്റ്റ് നോക്കുക. ഓക്കെ, സോ ഇന്ത്യയില് ഷെയർ ഓഫ് റിന്യൂവബിൾ എനർജി, ഇന്ത്യയുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ എന്ന് പറഞ്ഞാൽ എനർജി കപ്പാസിറ്റിയിൽ റിന്യൂവബിൾ എനർജിയുടെ കപ്പാസിറ്റി എവിടാണ് നിൽക്കുന്നതെന്നാണ് ചോദ്യം. 47% ആണ്. ശ്രദ്ധിക്കുക, 47% എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, ഹൈഡ്രോ എനർജി, വിൻഡ് എനർജി, സോളാർ എനർജി എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. റിന്യൂവബിൾ അല്ലാതെ നോൺ റിന്യൂവബിളിന്റെ ആണ് ന്യൂക്ലിയർ എനർജി, കോൾ എനർജി. ഇന്ത്യ ഏറ്റവും കൂടുതൽ എനർജി എവിടെ നിന്നാണ് നേടുന്നത്? കോൾ എനർജി ആണെന്നുള്ള ഡേറ്റ മനസ്സിൽ വെക്കുക. ഓക്കെ, നമ്മുടെ ISRO ഇനീഷ്യേറ്റീവ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. നിങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇത് നോക്കേണ്ട കാര്യമാണ്. ISROയുടെ വളരെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് വുമൻ പ്ലാറ്റ്ഫോം, ഇലക്ട്രിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, ന്യായ വികാസ് പോർട്ടൽ, ഓക്കെ, അർബൻ ജിയോസ്പേഷ്യൽ ഡേറ്റാബേസസ് ഫോർ അമൃത് സിറ്റീസ്, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, സോ അത് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്കത് നോക്കേണ്ടതാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 100% കവറേജ്, ഹർ ഘർ ജൽ ഇനീഷ്യേറ്റീവ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഹർ ഘർ ജൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിന്റെ അവൈലബിലിറ്റി പൂർണ്ണമായിട്ട് കിട്ടുന്ന സ്റ്റേറ്റിലേക്ക് മാറാത്തത് ആരൊക്കെയാണ് ചോദ്യം. സോ ഫുൾ കവറേജ്. ഓക്കെ, ഹർ ഘർ, ഹർ ഘർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്രാമങ്ങളിലും ജലം ലഭിക്കുന്ന സിറ്റുവേഷൻ. അത് നേടിയ സ്റ്റേറ്റുകൾ 8 എണ്ണമാണ്. അരുണാചൽ പ്രദേശ്, ഗോവ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ്, തെലങ്കാന, മിസോറാം. സോ ഈ രാജ്യങ്ങളാണ്, ഈ സ്റ്റേറ്റുകളാണ് നേടിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് ആയിട്ട് അത് ഹൈലൈറ്റ് ചെയ്തതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ അർബൻ ഡെവലപ്മെന്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ കുറെ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ എക്കണോമിക് സർവേയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടേക്കുവാണ്. ക്ലൈമറ്റ് സ്മാർട്ട് സിറ്റീസ് അസസ്മെന്റ് ഫ്രെയിംവർക്ക് എന്താണെന്നും ഡേറ്റ സ്മാർട്ട് സിറ്റീസ് എന്താണെന്നും ഒക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേസ്, ഓക്കെ, നെറ്റ് സീറോ കാർബൺ എമിഷൻസ് അച്ചീവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ത്യൻ റെയിൽവേസ് സെറ്റ് ചെയ്ത ഈ നെറ്റ് സീറോ കാർബൺ എമിഷൻസ് നേടാനായിട്ടുള്ള ടാർജറ്റ് എത്രയാണ്? ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേയിൽ നോൺ റിന്യൂവബിൾ സോഴ്സ് ആയിട്ടുള്ള കോളൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതേസമയം നോൺ റിന്യൂവബിൾ സോഴ്സസ് എത്രത്തോളം ഉപയോഗിക്കണമെന്നാണ് നമ്മൾ ടാർജറ്റ് വെച്ചിരിക്കുന്നത്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. 30 GW ആണ്. ഓക്കെ, റിന്യൂവബിൾ എനർജി ബൈ 2029-30 എന്നുള്ള ഒരു കാര്യമാണ്. ഇത് നെറ്റ് സീറോ കാർബൺ എമിഷൻസിലേക്ക് എത്താനായിട്ടുള്ള നമ്മുടെ ഒരു ഫ്രെയിംവർക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഫാക്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ the industrial sector is expected to grow by 6.2%. Okay, financial year 25, primarily driven by electricity and construction sectors. ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യമാണ്. സോ നമുക്കിത് അറിയാം, ഓൾറെഡി നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് 6.2% ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് എക്സ്പെക്ട് ചെയ്യുന്നത് അതിന്റെ മെയിൻ ഡ്രിവൺ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആൻഡ് കൺസ്ട്രക്ഷൻ സെക്ടർ ആണ്. അതിലൊരു ഡൗട്ടും ഇല്ല, അതും ഫാക്റ്റ് ആണ്. ഇന്ത്യ ചൈനയെ സിമെന്റ് പ്രൊഡക്ഷനിൽ സർപ്പാസ് ചെയ്തു എന്നുള്ള കാര്യമാണ്. ഓക്കെ, അതും എന്താണ് നമുക്ക് ശരിയായിട്ടുള്ള കാര്യമാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ നമ്മൾ നോക്കാവുന്നതാണ്. ജസ്റ്റ് നോക്കി പോവുക. ഇത് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കോൺട്രിബ്യൂഷൻ. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ തരുവാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഇത് എക്കണോമിക് സർവേയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് തൊട്ട്
സിമ്പിൾ ക്വസ്റ്റ്യൻ വരെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക. എന്റെ നമ്പർ ഉണ്ടല്ലോ അതിനകത്ത് കണക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചെയ്താൽ മതി, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രെയിൻ ആകുന്നതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. ഈ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതിയോ? അതോടൊപ്പം നമുക്ക് കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഒരു കംഫർട്ടിന് വേണ്ടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലേ? ജിതിൻ, ബിൻസു ഒന്ന് റിപ്ലൈ ചെയ്യണേ. എനിക്കറിയാം നമ്മൾ പറഞ്ഞു വരുമ്പം കുറച്ചും കൂടെ കട്ടിയായിട്ടുള്ള കുറെ ടോപ്പിക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മാക്സിമം തീർക്കാം. നമ്മൾ മൈക്രോ പാർട്ട് കൂടുതലായിട്ട് തീർത്തിട്ടില്ലായിരുന്നു, അത് നമുക്ക് കുറച്ചൊന്ന് നോക്കാം. ഓക്കെ, അടുത്ത ഒരു ചോദ്യം നോക്കാം. ഓക്കെ അല്ലേ ബിൻസു, ജിതിൻ? ഓക്കെ അല്ലേ? ബാക്കി ഞാൻ മെറ്റീരിയൽ ആയിട്ട് തരുന്നതായിരിക്കും. പറ്റുമെങ്കിൽ ഒരു ക്ലാസ്സും കൂടെ പറഞ്ഞ് ഞാൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഒന്ന് റിപ്ലൈ. ഓക്കെ. എനിക്ക് സത്യം പറയണേ, സ്ട്രെയിൻ ആകുന്നുണ്ടോ? ഈ കുറെ ഡേറ്റാസും കാര്യങ്ങളും കാണുമ്പോൾ എനിക്കറിയാം. കാരണം ഇത് കുറച്ച് സമയം എടുത്ത് പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഈ ലാസ്റ്റ് ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ കമ്പൈലേഷൻസ് തരുന്ന സോഴ്സ് ഞാൻ പറഞ്ഞു തരട്ടെ. ഞാന് തൽക്കാലം നിങ്ങൾക്ക് നല്ലത് പ്രൊഡ്യൂസ് ചെയ്ത് തരാം. എന്നാലും നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ കണ്ട് വട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സോഴ്സ് പറഞ്ഞു തരട്ടെ. ഈ നമ്മള് വിഷൻ ഐഎസിന്റെ അല്ല, നമ്മുടെ ഈ കേരളത്തില് ഒരുവിധം നല്ല സോഴ്സ് നമ്മൾ മന്ത്ലി കമ്പൈലേഷൻ കിട്ടും. മന്ത്ലി കമ്പൈലേഷൻ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ഫോർച്യൂൺ ഇല്ലേ, ഫോർച്യൂണിനകത്ത് മന്ത്ലി കമ്പൈലേഷൻ നല്ലത് കിട്ടും. എനിക്ക് ഒഫീഷ്യലി അയച്ചു തരാൻ പറ്റത്തില്ല, പറയാനും പറ്റത്തില്ല. ഞാൻ എന്നാലും പറയാൻ, ഈ ഫോർച്യൂണിന്റെ മന്ത്ലി കമ്പൈലേഷൻ നല്ലതാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. മാത്രമല്ല എന്റെ നല്ല കമ്പൈലേഷൻസ് PYQ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കണേ. വിത്ത് റെഫറൻസ് ടു ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഈ 3 സ്റ്റേറ്റ്മെന്റുകളിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതാണ്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബോവ് ആർ കറക്റ്റ്? ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. മുകളിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് ആൻസർ ചെയ്യുക. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് റിപ്ലൈ തരാൻ ശ്രമിക്കണേ മാക്സിമം. ഓക്കെ, ഒന്ന് റിപ്ലൈ തരണേ, ഒന്ന് ആൻസർ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നോ എന്നുള്ള കാര്യം പറയുക. ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നോ എന്ന് പറയാം, അനുസരിച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, വൺ ഓൺലി എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. സോ ഒരു ആൻസർ കിട്ടിയോണ്ട് ഞാൻ കണ്ടിന്യൂ ആണ്. മിൻസോ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് ടാഞ്ചിബിൾ
and can be bought and sold, whereas human capital is intangible and inherent to individuals. ഈ ശരിയാണോ തെറ്റാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ ക്യാപിറ്റലും ഉണ്ട്, ഹ്യൂമൻ ക്യാപിറ്റലും ഉണ്ട്, സോഷ്യൽ ക്യാപിറ്റലും ഉണ്ട്. ഞാൻ പറയുന്ന വളരെ ശ്രദ്ധയോടെ കേൾക്കുക. 3 തരത്തിലുള്ള ക്യാപിറ്റൽസ് ഉണ്ട്. നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഫിസിക്കൽ ക്യാപിറ്റൽ, അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ. ഇത് 3ഉം വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻസ്, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കഴിവുള്ള ആൾക്കാർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ എന്താണ്, നമുക്ക് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തമ്മിലുള്ള ബന്ധമാണ്. ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആൾക്കാരും തമ്മിലുള്ള ബന്ധത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ അല്ല സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫിസിക്കൽ ക്യാപിറ്റൽ ടാഞ്ചിബിൾ ആണ്, തൊട്ട് നോക്കാൻ പറ്റുന്നതാണ്, അത് സോൾവ് ചെയ്യാൻ പറ്റും. അതേസമയം ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആണ്, കാണാൻ പറ്റുന്നതാണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ അപ്പം തന്നെ നമുക്ക് എന്താണ് 3 വെട്ടാം. ഓക്കെ, സി ഓപ്ഷൻ വെട്ടാം. അൺലൈക്ക് ഫിസിക്കൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ. ശരിയാണോ? ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് നമ്മുടെ ബുദ്ധി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? പഠിപ്പിച്ചു തരാൻ പറ്റും, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. സോ അത് തെറ്റാണ്. സോ 2 തെറ്റാണെങ്കിൽ ഇത് പോയി. പിന്നെ 3ആണ്, അൺലൈക്ക് ഫിസിക്കൽ ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ ഡസ് നോട്ട് ഡിപ്രീഷിയേറ്റ് ഓവർ ടൈം. ഹ്യൂമൻ ക്യാപിറ്റൽ ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകാറില്ല. അത് ശരിയാണോ തെറ്റാണോ? ഡിപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹെൽത്ത് കുറയുമ്പോൾ നമ്മുടെ ബുദ്ധി കുറയും. സോ അത് തെറ്റാണ്. സോ ആൻസർ എന്താണ്? എ ആണ്. സോ ആൻസറിലേക്ക് എത്തിയ ആ ലോജിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജിതിൻ പറഞ്ഞ കറക്റ്റ് ആണ്, എ ആണ് ആൻസർ വരുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. കൺസിഡർ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാച്ച്ഡ് വിത്ത് എക്സാമ്പിൾസ്. കൺസിഡർ ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാച്ച്ഡ് വിത്ത് എക്സാമ്പിൾസ്. ലാൻഡ്, oil reserves under the ground, labor, a teacher instructing students, capital, machinery in a manufacturing unit, in entrepreneurship. So എന്താണ് ആൻസർ? എന്താണ്? 4ഉം കറക്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നൈസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റുകളിൽ ക്യാപിറ്റൽ ഫോർമേഷന് ഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെയാണ്? ക്യാപിറ്റൽ ഫോർമേഷനെ ഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. ആൻസർ ചിന്തിച്ച് പറയുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ആൻസർ ഡി ആണോ? ഡി ആണോ ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഓൺലി 3 അല്ലേ? കാരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇംപ്ലിമെന്റേഷൻ ഓഫ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഹ്യൂമൻ ക്യാപിറ്റൽ ബെറ്റർ ആക്കും. ലോഞ്ചിങ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന നമ്മുടെ ഇത് ബെറ്റർ ആക്കും. ഇൻക്രീസിങ് ബഡ്ജറ്റ് അലോക്കേഷൻ ഫോർ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അത് നമ്മുടെ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റലിനെ ഡെവലപ്പ് ചെയ്യും. പക്ഷെ എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കണം, അഗ്രികൾച്ചർ മെഷീനറിക്ക് സബ്സിഡീസ് കൊടുക്കുന്നത് ഫിസിക്കൽ ക്യാപിറ്റലിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലേ? അത് ആൻസർ വരില്ല. ഫിസിക്കൽ ക്യാപിറ്റൽ ആൻസർ വരില്ല. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. നോ വറീസ്, നമുക്ക് അടുത്ത കറക്റ്റ്. ഓക്കെ, അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ.
സോ ആൻസറിലേക്ക് വരിക. മാച്ച് ചെയ്യുന്ന ഏതൊക്കെയാണ്? ആലോചിച്ച് ആൻസർ ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസറിലേക്ക് എത്തുന്നുണ്ടോ? പറ്റുന്നുണ്ടോ ജിതിൻ? ഓക്കെ. സോ ജിതിൻ പറഞ്ഞു സി ആണെന്ന്. പിൻസു ഒന്ന് പറയാൻ ശ്രമിക്കുക. ആൻസർ സി ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത്തത് ഫിക്സ്ഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സ്ഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ഫിക്സ്ഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും ഡിഫറൻസ് അറിഞ്ഞാൽ ഇവിടെ പകുതി കാര്യം തീരും. ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നു, ഇനീഷ്യൽ ടൈമിൽ അവിടെ ഒരു ബിൽഡിംഗ് കെട്ടി, അത് ഫിക്സ്ഡ് ക്യാപിറ്റലാണ്. പിന്നെ നമ്മൾ അഡീഷൻ ആയിട്ട് കൊടുക്കണ്ട. പക്ഷേ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്. ഇപ്പൊ റോ മെറ്റീരിയൽസ്, നമ്മളൊരു തുണിക്കടയിൽ ബിൽഡിംഗ് കെട്ടിയിട്ട് ഈ തുണി എന്ന് പറയുന്നത് തുണി ഉണ്ടാക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇൻപുട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ എന്ത് പറയും? റോ മെറ്റീരിയൽസ് എന്ന് പറയും. സോ അതെന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സോ റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ എന്താണ്? ഫിക്സ്ഡ് ക്യാപിറ്റൽ അല്ല. സോ ഒന്നാമത്തെ തെറ്റാണ്. വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻവെന്ററി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്, ഇല്ലെങ്കിൽ അൺസോൾഡ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതെല്ലാം എന്താണ് അവിടെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ഇനിയും പ്രൊഡക്ഷൻ നടക്കുമ്പോൾ യൂസ് ചെയ്യാം. അത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ, ഓഫീസ് എക്യുപ്മെന്റ് ലൈക്ക് കമ്പ്യൂട്ടർ, ഫിക്സ്ഡ് ക്യാപിറ്റൽ ആണ്. ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്താനായിട്ടുള്ള പൈസ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇത് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which of the following is a key characteristic of command economy? Command economy ആൻസർ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കമാൻഡ് എക്കോണമി. നമുക്ക് 3 ടൈപ്പ് ഓഫ് എക്കോണമി ഉണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തത് സോഷ്യലിസം, ക്യാപിറ്റലിസം, മിക്സ്ഡ് എക്കോണമി. സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡും സപ്ലൈ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിന്റെ വേറൊരു പേരാണ് കമാൻഡ് എക്കോണമി. ഓക്കെ, സോ കമാൻഡ് എക്കോണമിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. സോഷ്യലിസത്തിനെയാണ് കമാൻഡ് എക്കോണമി എന്ന് പറയുന്നത്, ക്യാപിറ്റലിസത്തെ അല്ല. ക്യാപിറ്റലിസത്തിൽ എന്താണ്? കമാൻഡ് ഒന്നുമില്ല, എല്ലാം ഓട്ടോമാറ്റിക്. ഗവൺമെന്റ് ഇല്ല, ലേസസ് വെയർ ആണ്. എല്ലാം കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ നടത്തുന്ന ആരാണ്? അവിടുത്തെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അത് നമ്മളെ സോഷ്യലിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. സോ കമാൻഡ് എക്കോണമിയുടെ വേറൊരു പേരെന്താണ്? സോഷ്യലിസം ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മാർക്കറ്റ് ഫോഴ്സസ് ഡിറ്റർമൈൻ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അല്ല, കമാൻഡ് എക്കോണമിയിൽ ഹൂ വിൽ കമാൻഡ്? ഗവൺമെന്റ് ആണ് കമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വർക്ക് ചെയ്യുന്നത് ക്യാപിറ്റലിസം ആണ്. അത് കമാൻഡ് അല്ല, ഫ്രീ എക്കോണമി ആണ്. സോ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റ്. The government makes all significant decisions about the production and distribution of goods. ശരിയാണ്, ആൻസർ ബി ആണ് വരുന്നത്.
പിന്നെ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഡിറ്റർമിൻഡ് ബൈ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അത് തെറ്റായിട്ടുള്ളതാണ്. അത് ക്യാപിറ്റലിസം ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓണർഷിപ്പും അല്ല. സോ ആൻസർ ബി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. കൺസിഡർ ദ ഫോളോയിങ് statements about structural transformation. Consider the following statements about structural transformation. മനസ്സിലേക്ക് എത്താൻ ശ്രമിക്കുക. സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇന്ത്യൻ എക്കോണമിയുടെ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, നമ്മൾ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ആദ്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്കോണമി ആദ്യം അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ആയിരിക്കും. പിന്നെ ഇൻഡസ്ട്രി, എന്താണ്, ഇൻഡസ്ട്രി ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ സർവീസ് സെക്ടർ ആയിരിക്കും. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ സെക്ടേഴ്സും ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ ശ്രദ്ധിക്കാം. ഇവിടെ ഇന്ത്യ ബൈപാസ്ഡ് മാനുഫാക്ചറിങ് സ്റ്റേജ്, വളരെ ശരിയാണ്. നമുക്കറിയാം ഇന്ത്യ അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രി, സർവീസ്. ഇന്ത്യ അഗ്രികൾച്ചർ സെക്ടർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാതെ ബൈപ്പാസ് ചെയ്ത് സർവീസ് സെക്ടർ ആണ് വളർന്നിരിക്കുന്നത്. സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ സാധാരണ രാജ്യങ്ങളിൽ അഗ്രികൾച്ചർ സൂപ്പർ ആവും, ഇൻഡസ്ട്രി സൂപ്പർ ആവും, സർവീസ് സെക്ടർ സൂപ്പർ ആവും. അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാ പോകുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് കിടക്കുവാണ്. സർവീസ് സെക്ടർ ആണ് നമ്മുടെ GDP-യുടെ ഏറ്റവും കൂടുതൽ ഷെയർ നൽകുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എന്തോ നമ്മളെ ബൈപ്പാസ് ചെയ്തു എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻകം ലെവൽസ്. നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഇൻകം ലെവലും കൂടുന്ന പ്രോസസ്സിനെയാണ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ശരിയാണോ? അത് ശരിയാണ്, ഉറപ്പായിട്ട് ശരിയാണ്. നമ്മുടെ അഗ്രികൾച്ചറിൽ പ്രൊഡക്ടിവിറ്റി ഉള്ളതിനെക്കാട്ടിയും കൂടുതൽ എന്താണ്, ഇൻഡസ്ട്രിയിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ട്. അതിലും പ്രൊഡക്ടിവിറ്റിയാണ് സർവീസ്. നമ്മുടെ അഗ്രികൾച്ചറിൽ 100 രൂപ ഉണ്ടാക്കാൻ ഒരാൾ വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് 200 രൂപ ഉണ്ടാക്കാൻ പറ്റും. പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. അതേസമയം ഒരാൾക്ക് സർവീസ് സെക്ടറിൽ 300 രൂപ ഉണ്ടാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് പോയി പിന്നീട് സർവീസ് സെക്ടറിലോട്ട് പോകുമ്പം ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്ന പ്രോസസ്സാണ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഓൾ എക്കോണമീസ് എക്സ്പീരിയൻസ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ അറ്റ് ദ സെയിം ബേസ് ആൻഡ് ഇൻ ദ സെയിം മാനർ. ശരിയാണോ? സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക. അല്ല. എല്ലാ കൺട്രീസും ഒരേപോലാണെങ്കിൽ ഇന്ത്യയും അമേരിക്കയും ഒരേപോലാണോ? അല്ല. അമേരിക്ക അഗ്രികൾച്ചർ സൂപ്പറായി, ഇൻഡസ്ട്രി സൂപ്പറായി, സർവീസസ് സൂപ്പറായി. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയാണോ? അല്ല. സോ ഓൺലി 2 ആണ്, ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ കൺസെപ്റ്റ് ഓഫ് ഇൻവിസിബിൾ ഹാൻഡ് ഇൻ എക്കണോമിക്സ് റെഫേഴ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത്? ആൻസർ എ ആണ് പറയുന്നത്, ഇൻവിസിബിൾ ഹാൻഡ്. ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണെന്നാണ് ജിതിൻ പറഞ്ഞത്. എ ആണോ എന്ന് നമുക്ക് നോക്കാം.
ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇല്ലെന്നാണ്. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ദാറ്റ് ഗൈഡ്സ് എക്കണോമിക് ആക്ടിവിറ്റീസ് ടുവേർഡ് പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഇൻവിസിബിൾ ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവിസിബിൾ ഹാൻഡ് ഗവൺമെന്റ് അല്ല. ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ തന്നെ അൺസീൻ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മൾ എക്കണോമിക്സിന്റെ ഫാദർ എന്ന് പറയുന്ന ആഡം സ്മിത്ത് പറയുന്ന ഐഡിയ ആണ് ഇവിടെ വരുന്നത്. ആഡം സ്മിത്ത് എന്താണ് പറയുന്നത്? സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന കാര്യം ഓക്കെ നമ്മുടെ എക്കോണമിയെ ഗൈഡ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെൽഫ് ഇൻട്രസ്റ്റഡ് ബെസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എത്തും. സോ ആൻസർ ബി ആണ്. ഞാൻ പറയുന്ന ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ദ അൺസീൻ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ that guide individuals to unintentionally promote society's welfare through the self-interested activities. നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്നുള്ള കാര്യം ഓരോരുത്തരും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാകുന്ന കാണാം. നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ നമ്മുടെ മൊബൈല്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ മൊബൈൽ എന്ന് പറയുന്ന സാധനം, ഐഫോൺ, പലതരത്തിലുള്ള മൊബൈൽസ് ബെസ്റ്റ് ആയിട്ട് വന്നിരിപ്പുണ്ട് അല്ലേ? അതിന് കാരണം എന്താണ്? ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടാണോ? അല്ല, ഇൻവിസിബിൾ ഹാൻഡ് ആണ്. നമുക്ക് ഡിമാൻഡ് വേണം, അന്നേരം സപ്ലൈ ചെയ്യും, അതുവഴി ഏറ്റവും ബെസ്റ്റ് ഉണ്ട്. സോ ആൻസർ എന്താണ്? ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത കൺസിഡർ ദ ഫോളോയിങ് എക്കണോമിക് ആക്ടിവിറ്റീസ്. കൺസിഡർ ദ ഫോളോയിങ് എക്കണോമിക് ആക്ടിവിറ്റീസ്: മാനുഫാക്ചറിങ് ഓട്ടോമൊബൈൽസ്, providing financial advice through investment banks, growing and harvesting crops, offering retail services in the supermarket. റിയൽ സെക്ടറിന്റെ ഭാഗമായിട്ടുള്ള എന്താണ്? ചോദ്യം ഇതാണ്. 4 എണ്ണത്തിൽ റിയൽ സെക്ടറിന്റെ ഭാഗമായിട്ടുള്ളത് ഏതൊക്കെയാണ്? റിയൽ സെക്ടർ എന്താണെന്ന് ഐഡിയ ഉണ്ട്. റിയൽ സെക്ടർ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞോളൂ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റിയൽ സെക്ടർ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജസ്റ്റ് ഒന്ന് ഐഡിയ. റിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ നോമിനൽ സെക്ടർ ഉണ്ട്, റിയൽ സെക്ടർ ഉണ്ട്. റിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഔട്ട്പുട്ട്സ്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഔട്ട്പുട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന, ഓക്കെ, ഔട്ട്പുട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, റിയൽ മാനുഫാക്ചറിങ് ഓട്ടോമൊബൈൽസ് ടാഞ്ചിബിൾ, തൊടാൻ പറ്റുന്ന സാധനമാണ്. ഫിനാൻഷ്യൽ അഡ്വൈസ് തൊടാൻ പറ്റുന്നില്ല, സോ 2 തെറ്റാണ്. സോ 1, 3, 4 ആണ്. ക്രോപ്സും റീറ്റെയിൽ സർവീസ്. റീറ്റെയിൽ സർവീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റീറ്റെയിൽ സർവീസിൽ നമ്മൾ സാധനം കൊടുക്കുന്നുണ്ട്. റീറ്റെയിൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ റീറ്റെയിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അതേസമയം എന്താണ്? റിയൽ സെക്ടറിൽ ഉൾപ്പെടാത്തയാണ് ബി. സോ ആൻസർ എന്താണ്? 1, 3, 4 ആണ്. സോ കൺഫ്യൂഷൻ വരാനുള്ളത്, ഫിനാൻഷ്യൽ അഡ്വൈസ് എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. റീറ്റെയിൽ സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ ഡിഫറൻസ്, അത് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് മെറിറ്റ് ഗുഡ്? ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പല തരത്തിലുള്ള ഗുഡ്സ് ഉണ്ട്. മെറിറ്റ് ഗുഡ്സ്, ഓക്കെ, മെറിറ്റ് ഗുഡ്സ് ഉണ്ട്,
സിമ്പിൾ ആണ്. മെറിറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറിറ്റ് ഗുഡ്സും ഡിമെറിറ്റ് ഗുഡും ഉണ്ട്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗുഡാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നല്ലതാണ്. വാക്സിനേഷൻ ഗുഡാണ്. സിഗരറ്റ് മോശമാണ്. പ്രൈമറി എഡ്യൂക്കേഷൻ ഗുഡാണ്. സോ മെറിറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, 1, 2, 4 ആണ്. പലതരത്തിലുള്ള ഗുഡ്സ് ഉണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ എ ഗുഡ്? താഴെ പറയുന്നതിൽ ഡിമാൻഡ് ഫോർ എ ഗുഡ് കൂട്ടാൻ എന്തിനു സാധിക്കും? ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള പാർട്ടിൽ വരുന്നതാണ്. സിമ്പിൾ കാര്യമാണ്. ഇത് ലോ ഓഫ് ഡിമാൻഡ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്ന് പറയുന്ന ബേസിക് ഐഡിയയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. സോ നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പോപ്പുലേഷൻ കൂടുമ്പോൾ ഓക്കെ ഡിമാൻഡ് കൂടും. ഓക്കെ, സോ ഇത് ശരിയായിട്ടുള്ള. ഓക്കെ, പ്രൈസ് കുറയുമ്പോൾ, കോംപ്ലിമെന്ററി ഗുഡിന്റെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടത്തില്ല, എന്താണ്, കുറയും. ആണോ? സോ ശ്രദ്ധിക്കുക, എ ഡിക്രീസ് ഇൻ രണ്ട് തരത്തിലുള്ള ഗുഡ്സ് ഉണ്ട്, കോംപ്ലിമെന്ററി ഗുഡ്സും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഗുഡ്സും. കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറഞ്ഞാൽ കൂടെ ഉപയോഗിക്കുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ ഇതിന് പകരം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ വില കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനം കളഞ്ഞിട്ട് നമ്മൾ അതിലോട്ട് പോകും. ഇവിടെ പക്ഷെ പറയുന്ന കോംപ്ലിമെന്ററി ഗുഡിന്റെ കാര്യമാണ്. എന്തിന്റെ കാര്യമാണ്? കോംപ്ലിമെന്ററി ഗുഡ്. കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, കൂട് ഉപയോഗിക്കുന്നത്. സോ അതിന്റെ പ്രൈസ് കുറയുമ്പോൾ എന്താണ്? ഡിമാൻഡ് കൂടും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. കാരണം ഇതിന് പകരം ഉപയോഗിക്കുന്ന സാധനത്തിന്റെ വില കൂടുതലാണ്, അന്നേരം ഡിമാൻഡ് കൂടും. എക്സ്പെക്ടേഷൻ ഓഫ് ഹയർ പ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോഴും ഡിമാൻഡ് കൂടും. സോ ABCD എന്ന് പറയുന്നതാണ്. സോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ്, ഞാൻ നേരത്തെ ഇട്ട ഈ ഒരു PDF ഞാൻ ടീച്ചർ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ വന്ന് കാണും, പക്ഷെ നിങ്ങൾ നോക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ എക്കണോമിക് സർവേയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 56ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്, 57 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം എക്കണോമിക് സർവേയിലെ ക്വസ്റ്റ്യൻസ് ആണ്. മെറ്റീരിയൽ തന്നുകൊണ്ട് അത് നിങ്ങൾ വായിച്ച് ഒരുവിധ ഐഡിയ ഉണ്ടാക്കി എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞാൻ അത് ഇട്ടത്. സോ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സും കൂടെ അലോട്ട് ചെയ്തിട്ട് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മെറ്റീരിയലും കൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് സെറ്റ് ആക്കാം. സോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്തോളൂ. ഓൾ ദ ബെസ്റ്റ്. ഒരു ക്ലാസ്സും കൂടെ നമുക്ക് ലൈവ് സെഷൻ എടുക്കാൻ ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞേക്കാം. സോ തൽക്കാലം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഡൗട്ട് വല്ലതും ഉണ്ടോ? സോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഞാൻ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തി പോവാണ്. എക്കണോമിക് സർവേയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, ഈ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളവരെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഡേറ്റാ ബേസ്ഡ് ആയിട്ടുള്ളത്. സോ നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ഞാനൊരു 5 മിനിറ്റ് നിൽക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കംഫർട്ടബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഹെൽപ്പ് അധികമായിട്ട് വേണമെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം. എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. ക്ലാസ് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയാം കുറച്ച് ഡിഫിക്കൽട്ടി തോന്നിക്കാണും. കാരണം വളരെ കറണ്ട് അഫയേഴ്സ് സമയമെടുത്ത് പഠിക്കേണ്ടതാണ്. അതൊക്കെ ഡയറക്റ്റ് ഒറ്റയടിക്ക് ഫ്രണ്ടിൽ വെക്കുമ്പോൾ സ്ട്രെയിൻ വരും. പക്ഷെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാം. നോട്ട്സും കൂടെ ഞാൻ തരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
നമുക്ക് അല്ലെങ്കിൽ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. സോ താങ്ക് യു ഫോർ യുവർ ടൈം. ഞാൻ ഒരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം. 8:10 വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയുക. നീഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു ഫോർ യുവർ ടൈം. സോ എല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു എവരിവൺ.